ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ആവശ്യമാനാട്ടോ കാണുന്നത്. കുറേ ദിവസമായിട്ട് അശ്വിനൊക്കെ നല്ല പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്ന് ശരിക്കും എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഈ വീഡിയോ എടുത്തിട്ടേ വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. കാരണം നമ്മൾ പിടിച്ചോടത്തൊന്ന് ആയിരിക്കില്ല നമ്മൾ വോയിസ് പോവുക. വേറൊന്നുമല്ല, നമ്മൾ പറയുന്ന ഒന്ന് വീഡിയോ പറയുന്നു, വീഡിയോയിൽ കാണുന്ന ഒന്ന്, അപ്പോൾ ഒക്കെ അത് മാച്ചായിട്ട് തോന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കണ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു നൈറ്റ് വീഡിയോ ആണ് കേട്ടോ. ഒരു മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം മക്കളെ പഠിപ്പിക്കലും ഫുഡ് കൊടുക്കലും അങ്ങനെ. പിന്നെ എന്താണ്, കുറേ ദിവസമായിട്ട് മോള് സ്കൂളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. 2 ആഴ്ചത്തോളം 14 ദിവസം എൻ്റെ കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വലിയ കാര്യത്തിൽ പറയല്ല, കാരണം നല്ല പനിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇക്കും കാക്കും കുട്ടിയേക്കും അങ്ങനെ എല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഞാനൊന്ന് നിന്നാലല്ലേ ഓളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഓളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പറ്റിയില്ല. പിന്നെ ഐദൂസിന് സുഖം ഉണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലായിട്ട് അങ്ങനെ നടന്നു. പിന്നെ ഇവരായിട്ട് കളിക്കുമ്പോൾ നമ്മളെ അസുഖങ്ങളും എന്താ പറയുക, ചില സമയത്ത് നല്ല ദേഷ്യം വരുന്നു. അപ്പോൾ നല്ല തല്ലും കിട്ടും അവർക്ക് കേട്ടോ. പക്ഷെ അതിനിടയിൽ നല്ല മൂഡായിരിക്കുന്ന സമയത്തൊക്കെ ഇവരുടെ കൂടെ കളിക്കാനും ഒക്കെ നല്ല രസമാണ്. അപ്പം നല്ല വൈബാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ നല്ലൊരു മൂഡിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇക്ക ഇല്ല കേട്ടോ. ഇക്ക ഒരു കല്യാണമുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമുള്ള ഒരു സമയമാണ്. ആ സമയത്ത് കറണ്ടും ഇല്ല. ആ കറണ്ട് പോയ സമയത്ത് ഐഷും ജീനും ഭയങ്കര അടി കേട്ടോ. ഇക്ക വന്നപ്പം ഇക്കാൻ്റെ അടുത്ത് ജീനു മോള് ഇരുന്നതിനാണ് ഐഷുമ്മ അത്രയും കച്ചറ ഉണ്ടാക്കുന്നത്. ഓൾക്ക് ഇക്കയുടെ അടുത്ത് ആരും ഇരിക്കുന്നതൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പോകുന്നു. എന്തൊക്കെയൊക്കെയോ പറയണം എന്നൊക്കെ ഉണ്ട്, പറഞ്ഞില്ലേ. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നൊന്നാവില്ല വായിൽ കിട്ടുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്തിട്ട് നമ്മൾ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ചാനലൊക്കെ ഒന്ന് റീച്ച് ആക്കി തരിക. അപ്പോൾ ഓക്കെ, ബൈ.